എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ലീവിലായിരുന്നു. ഉത്തര ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ വെറുതെ ഒന്നും വരുന്നില്ല. ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിലിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 650ഓളം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ ആ ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഉത്തര ഉണ്ണിയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ജസ്ന സലീമിൻ്റെ വിഷയവുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ചയായിട്ട് നമ്മൾ ചാനലിലേക്ക് വരാതിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. പക്ഷേ പതിയെ ഓരോ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോയുടെ ചെറിയ ക്ലിപ്പുകളൊന്നും വെക്കുന്നില്ല. ഒന്നും വെക്കാണ്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ക്ലിപ്പ് സഹിതം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീഡിയോ ക്ലിപ്പൊക്കെ വച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജസ്ന സലീം നമ്മൾ കുറേ കാലമായിട്ടല്ല വർഷങ്ങളായിട്ട് നമ്മൾ ഹൈന്ദവരെ ശ്രീകൃഷ്ണൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രം വരച്ച് തന്ന് നമ്മൾ 5000 രൂപയൊക്കെ വച്ച് വരച്ച് തന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പറ്റിക്കാനായിട്ട് മുന്നിൽ ചെന്ന് നിൽക്കുന്ന, അതും 5000 രൂപയൊക്കെ കൊടുത്തിട്ട്, ചെറിയ ടൈപ്പാണേ, പിന്നീട് വലിയ ടൈപ്പ് ഫോട്ടോകൾക്ക് അതിലേറെ കാശുണ്ട്. അപ്പോൾ ഈ സ്വയം മണ്ടരായിട്ട് മുന്നിൽ ചെന്ന് കയ്യും കെട്ടി നിന്ന് ഇവൾ വരച്ച് കൊടുക്കുന്ന ചിത്രങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിടുന്ന മണ്ടന്മാരായ ഹൈന്ദവരെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അവരുടെ കുറേ ഊടായ്പകളും കാര്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കുറേയേറെ പേര് അവരെ പിന്തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഇപ്പോഴും ചില വിഷവിത്തുകൾ, അതായത് കൂട്ടത്തിലുള്ളവരെ കണ്ടുകൂടാത്ത കുറേ എണ്ണമുണ്ട്. നമുക്കിടയിൽ തന്നെ ഒരുപാട് സഹോദരങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്. അത് ഹൈന്ദവരായാലും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്നതായാലും മുസ്ലിങ്ങളായാലും ആരായാലും വളരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്. പക്ഷേ അവരെ ആരെയും കണ്ണിൽ പോദിക്കാണ്ട് ഇവർ വരച്ച് കൊടുക്കുന്ന ചിത്രം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വയ്ക്കുന്ന ഇവറ്റകളെ എന്ത് പറയുക? നമ്മുടെ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെടുന്ന കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ ശരിക്കും ഒരു നേരത്തെ അരി മേടിക്കാനുള്ള വകയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ റേറ്റ് പോലും ചോദിച്ച് മേടിക്കാത്ത ആളുകൾ വരെ ഉണ്ട്. എന്തെങ്കിലും കൊടുത്താൽ അത് മതിയെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളും ഉണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള ഓർഡറും കൊടുക്കാതെ ഈ ഒരു ലേഡി പണ്ടെപ്പോഴോ പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുത്തു. അതൊക്കെ ഏത് വഴിക്കാണെന്നുള്ള കാര്യം ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തിയ അത് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല, വലിയ കഴിവല്ല, തീരെ കഴിവുണ്ടായിട്ടല്ല. എന്നാലും ആരുടെയും പേരൊന്നും നമ്മൾ പറയുന്നില്ല, ആരുടെയും പേര് പരാമർശിക്കുന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പകൽ പോലെ സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആര് മുൻകൈയെടുത്താണ് ഇവർക്ക് പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുക്കാൻ സാധിച്ചതെന്നും അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ആട്ടിയത് തന്നെ വീണ്ടും ആട്ടിയാലും മുഖത്ത് തെറിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ലഘുവായിട്ട് പറഞ്ഞു പോവാൻ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവർ ഒരു ആവശ്യമായിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കിണ്ണൻ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർണമെൻറ്റ്സ് ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൃഷ്ണ നിനക്ക് എന്തോരം ഓർണമെൻറ്റ്സുകളാണുള്ളത്, എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി ഓർണമെൻറ്റ്സ് ഈ പുള്ളിക്കാരത്തിക്ക് കണ്ണൻ കൊടുത്തു, ഇഷ്ടദാനമായിട്ട് കൊടുത്തു. പിന്നീട് ചെയ്ത ഒരു കാര്യമെന്ന് വെച്ചാൽ വാഹനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അക്ഷയപാത്രം എന്ന് പറയുന്നൊരു സംഭവത്തിനോട് എന്ത് പറഞ്ഞാലും വരട്ടെ ഇവിടെ ചിക്കൻ ബിരിയാണി, അപ്പോൾ ചിക്കൻ ബിരിയാണി വന്നു. വരട്ടെ കുപ്പൂസ് വന്നു. ഒരു ഓർണമെൻറ്റ്സ് വരട്ടെ വന്നു. അങ്ങനെ അക്ഷയപാത്രം എന്ന് പറയുന്നൊരു സംഭവം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ അക്ഷയപാത്രമായിരുന്നു കണ്ണൻ.
ഗുരുവായൂരപ്പൻ, അങ്ങനെ നമ്മുടെ പാത്രമാകുന്ന ഗുരുവായൂരപ്പനോട് എന്താവശ്യപ്പെട്ടാലും അത് നടത്തി കൊടുക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവർ കാറ് വേണം എന്ന് പറഞ്ഞു, കാറ് കൊടുത്തു. 2 വീലർ വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. പിന്നെ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. പിന്നെ ഏറ്റവും ഒടുവിൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കിടക്കാനായിട്ട് ഒരു വീട് വേണമെന്ന് പറഞ്ഞു, അതും കണ്ണം കൊടുത്തു. പിന്നീട് പുള്ളിക്കാരത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മയെയും ഉപ്പയെയും ഹജ്ജിന് വിടണം. അപ്പോൾ ഹജ്ജിന് വിടുന്നതിന് കണ്ണൻ സഹായിക്കണം. എത്രമേൽ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത്രമേൽ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന എൻ്റെ കണ്ണൻ എൻ്റെ ഈ ആഗ്രഹവും നടത്തിത്തരും. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾ മന്ദബുദ്ധികളല്ലേ, ഇവക്കുള്ള ഉപ്പയെയും ഉമ്മയെയും ഇവിടെ ഹജ്ജിന് വിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരെ തലയെ കൂടെ നേത്രാവതി എക്സ്പ്രസ് ഓടിപ്പോവും. അതുകൊണ്ട് പേടിച്ച് കൊടുത്തല്ലേ പറ്റൂ. ജനങ്ങൾ അത്രയ്ക്ക് മടയരല്ലേ. കുറേ കാലമൊക്കെ ആരെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ മോളെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ മന്ദബുദ്ധികളും മണ്ടന്മാരും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും, ആയിരിക്കും. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മതസ്ഥരെ പോലെയല്ല ഹൈന്ദവ മതസ്ഥർ. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഐക്യതയില്ല, ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. അതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നോക്കിയാലും മുസ്ലിങ്ങളെ നോക്കിക്കഴിഞ്ഞാലും അവരെ കൂട്ടത്തിലുള്ളവരെ അവർ നന്നായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കും. ഉള്ളവരില്ലാത്തവർക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതേസമയം നമ്മുടെ ഹൈന്ദവരാണെങ്കിൽ തിന്നുകൊണ്ടിരുന്നാലും എടുത്ത് ഒളിച്ചു വയ്ക്കുന്ന ആളുകളും ഉണ്ട്. അടച്ചാക്ഷേപിക്കുകയല്ല, മോശം പറയുന്നതുമല്ല. അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ജോക്കായിട്ട് പറഞ്ഞതാട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ആരും ഫുഡൊന്നും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് ഒളിച്ചൊന്നും വെക്കില്ല, വെറുതെ പറഞ്ഞതാണ്. പറഞ്ഞു വന്നപ്പോൾ വെറുതെ ജോക്കായിട്ട് പറഞ്ഞതാണ്. അതിൽ കയറി ആരും പിടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയില്ല. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അവരവർക്കുണ്ടെങ്കിൽ അവരവരുടെ കീശ നിറയ്ക്കുക, പിന്നെ വായ്പയൊക്കെ കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്രയേറെ സഹായിക്കുന്ന ആളുകൾ 100-1 ഉണ്ടാവും, അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ ഞാനാണേൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ പറയുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ മാഷാല്ലാ തട്ടിപ്പ് നടക്കൂലെന്നൊക്കെ സോറി പറഞ്ഞത് തിരിഞ്ഞുപോയി. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ ഈ കണ്ണനെ വിറ്റിട്ടുള്ള പരിപാടി നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്നോ അടുത്തൊരു ഉടായ്പുമായിട്ട് ഇറങ്ങി തിരിച്ചു. പുള്ളിക്കാരത്തി പറയുന്നത് മാഷാല്ലാ കുറേ സഹോദരങ്ങൾ അവരോട് വരച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ 3000 രൂപയാണ് ഒരു മാഷാല്ലാ ബോർഡിന് അവർ വച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വിപണിയിലൊക്കെ അത് 300 രൂപ, 150, 200 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് പിന്നെ അവർ അർക്കർലിക് ഷീറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, വരയ്ക്കുന്നത്. അർക്കർലിക് ഷീറ്റിൻ്റെ പുറത്ത് ഏതാണ്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ 50 ഇഞ്ച് വീതിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവർ വെക്കുന്ന ആ ഒരു ബോർഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ്ലി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും ഓർഡർ ചോദിക്കുന്നുണ്ട്, മുസ്ലിം സഹോദരങ്ങളോടായിട്ട്. അപ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇവർ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യാതൊരുവിധ ചിന്താഗതികളും ഇല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പിന്നെ ഉസ്താദുമാരെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാത്തത് മുഴുവനും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ അടച്ചാക്ഷേപിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരാൻ തോന്നുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കുറച്ചധികം നീളമുള്ള എല്ലില്ലാത്ത നാവാണെന്ന് കരുതിയിട്ട് എല്ലാം അങ്ങ് വിളിച്ച് പറയാനായിട്ട് ഇരിക്കരുത്. കുറച്ചൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ എന്തും പറയാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള മതിപ്പ് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ നിരന്തരം മച്ചി എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് സംസാരിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പോലും മോശപ്പെടുത്തി കളങ്കപ്പെടുത്തിയ രീതിയിൽ നിങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തെ മാത്രമല്ല മറ്റ് പലരെയും നിങ്ങൾ വളരെ മോശമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ഇപ്പം പറയുന്ന കാര്യമല്ല, നിങ്ങൾ ഇത്തിരി കഴിഞ്ഞിട്ട് പറയുന്നത്.
അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ചാനലിൽ വന്നിരുന്നിട്ട്, മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇവൾക്ക് ഓർഡർ കൊടുക്കരുത്, അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അതൊരിക്കലും പറയില്ല. കാരണം അതിൻ്റെ അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. അതിനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല. നമുക്ക് പിന്നെ പറയാം, ഹൈന്ദവ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ലേഡിക്ക് ഇനിയും പറ്റിപ്പിന് നിന്ന് കൊടുക്കരുത്. ഇനിയും അവരുടെ പൂർണ്ണമല്ലാത്ത, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലും വരയ്ക്കാത്ത ആ ഒരു ചിത്രം ഇനിയെങ്കിലും നിങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കാനായിട്ട് ഇരിക്കരുതെന്ന് നമുക്ക് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാം. എന്ന് കരുതിയിട്ട് നമുക്ക് മുസ്ലിം സഹോദരങ്ങളോട് അയ്യോ നിങ്ങൾ മാഷാള്ള മേടിക്കരുത്, മാഷാള്ള മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ വീട് നശിച്ചു പോവും, മുടിഞ്ഞു പോവും, അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. അത് അവർക്കറിയാം. അവർ മണ്ടന്മാരല്ല, ബുദ്ധിയില്ലാത്തവരല്ല. അവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവർ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ പറഞ്ഞ് അവരെ പിരികേറ്റേണ്ട ഒരാവശ്യമില്ല. അവർ ബുദ്ധിയില്ലാത്ത ആളുകളല്ല. ഇനി അവർക്ക് ഈ ഒരു ലേഡിക്ക് ഓർഡർ കൊടുക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൊടുത്തോട്ടെ. അതിന് നമുക്കിവിടെ എന്താ ഛേദം? നമുക്കെന്താ നഷ്ടപ്പെടാനായിട്ടുള്ളത്? അവർക്ക് ഓർഡർ കൊടുക്കുന്നെങ്കിൽ അവർ കൊടുത്തോട്ടെ, അവർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യിച്ചോട്ടെ. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ അവിടെ സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കൂ പലരും. ഞാൻ പലരും പറയുന്നത് കണ്ടു, അവർക്ക് ഓർഡർ കൊടുക്കരുത്. അങ്ങനെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രം, ആ ഒരു ബോർഡ് അവിടെ കൊണ്ടുവന്ന് തൂക്കി വെച്ചാൽ നിങ്ങളുടെ വീട് നശിച്ചു പോവും, വീട് മുടിഞ്ഞു പോവും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ആരായാലും അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അതേക്കുറിച്ചിട്ടൊന്നും ബോധേടാവേണ്ട കാര്യമൊന്നും നമുക്കില്ല. അവർക്കറിയാം മേടിക്കണോ മേടിക്കണ്ട എന്നുള്ള കാര്യം. അവർക്ക് മേടിക്കാൻ തോന്നുന്നെങ്കിൽ അവർ മേടിക്കട്ടെ, മേടിക്കണ്ട എന്ന് തോന്നുന്നെങ്കിൽ അവർ മേടിക്കണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ള ഇതുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അനാവശ്യമായിട്ട് നമ്മൾ തലയിടാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ. കാരണം അവർ വേണമെങ്കിൽ അവർ മേടിക്കട്ടെ, വേണ്ടെങ്കിൽ മേടിക്കണ്ട, അത്രയേ ഉള്ളൂ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. മാഷാള്ള മേടിക്കാതിരിക്കുമോ? 3000 രൂപയാണ് അതിൻ്റെ റേറ്റൊക്കെ അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് 3000 രൂപ കൊടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ തോന്നുന്നെങ്കിൽ അവർ മേടിച്ചോട്ടെ, മേടിക്കുന്നവർ മേടിക്കട്ടെ, നമുക്കെന്താ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ആദ്യം സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിനൊക്കെ വിടുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പലരും ചോദിക്കും ഇനിയിപ്പോൾ കൃഷ്ണനെ വരച്ച ആ ഒരു വേദനത്തിൽ നിന്നും ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഇത് ഹലാലാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കും. അത് ശരിയാവുമോ എന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ വരയ്ക്കുന്ന ചിത്രം അവർക്ക് കൃഷ്ണനായിരിക്കാം. ഈ ഒരു സ്ത്രീ പറഞ്ഞതാണ്, ഞാൻ വരയ്ക്കുന്ന ചിത്രം അവർക്ക് കൃഷ്ണനായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ തൊഴിലാണ്, എൻ്റെ കഴിവാണ്. ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു വീഡിയോ, ഈ പറഞ്ഞ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റൊരു ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ ഞാൻ അതുകൊണ്ട് വീണ്ടും അത് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞത് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, കൃഷ്ണൻ എന്ന് പറയുന്നത് ഇവർ കന്നാ എന്ന് പറയുന്നെങ്കിലും അത് ഇവരുടെ വെറും പ്രഹസനം മാത്രമാണ്, ഇവരുടെ ഒരു തൊഴിൽ മാത്രമാണ് ഇവർക്ക്. അല്ലാതെ ഇവർക്ക് കണ്ണൻ എന്ന് പറയുന്നതൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഭയങ്കര ഭക്തയാണെന്നൊക്കെ മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ വേഷം കെട്ടലുകളും റീൽസുകളും ഒക്കെ എടുത്ത് കുറേയൊക്കെ ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മറ്റൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പുണ്യ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചിലവാക്കേണ്ട പൈസയെന്ന് പറഞ്ഞാൽ ആരുടെയും ശാപവും പ്രാക്കും ഒന്നും മേടിച്ചിട്ടുള്ളതാവരുത്. അങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനൊരു ഫലവും ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന ലേഡി ചിത്രം വരച്ച് ഉണ്ടാക്കുന്ന പൈസയാണെങ്കിൽ പോലും ആ ഒരു പൈസയും കൊണ്ട് ഇവർ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണഫലം ഇവർക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ലേഡിയെ മറ്റുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത്, വിളിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും പോവേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും.
ഇവരെ പറയുന്നതൊക്കെ ഏത് തരത്തിലുള്ള വാക്കുകളാണെന്നുള്ളത്. അപ്പോൾ അത്രയും മ്ലേച്ഛമായ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു മോള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പൈസയും കൊണ്ട് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് പുണ്യമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പോയിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പുണ്യം കിട്ടുന്നെങ്കിൽ ഇവർ മേടിച്ചോട്ടെ, അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു ലേഡിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പഴനിമലയിലേക്ക് പോയിട്ട്, നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പഴനിമല, ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം, അങ്ങനെയൊക്കെയുള്ള കുറേയേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ തിരുപ്പതിയാണ് വെങ്കടാചലപതി ക്ഷേത്രം, ഗുരുവായൂർ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പഴനിമലയിൽ പോയി തീർത്ഥാടനത്തിന് പോയി, അവിടെ എൻ്റെ തലമുടി മുഴുവനും മുണ്ടനം ചെയ്ത് കാവടി എടുത്ത് വന്നപ്പോഴേക്കും ഇവൾ എൻ്റെ തലയിൽ പേമ്പൊഴുത്തിട്ടാണ് ഞാൻ പളനിയിൽ പോയി മുടി മൊട്ടയടിച്ചെന്നും പറഞ്ഞിട്ട് ഒരു തരത്തിലല്ല, ഒരുപാട് വീഡിയോകളിൽ അങ്ങനെ തന്നെ പരാമർശിച്ചുകൊണ്ട് അവളും ഇവളുടെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയും എന്നെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവളുടെ പണവും കൊണ്ട് ഇവളുടെ ഉപ്പയും ഉമ്മയും തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാൽ അവർക്ക് ഒരു ഫലവും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവർ പോകാനുള്ള അവരുടെ ആഗ്രഹം, ഒരു ടൂറിന് പോയിട്ട് വരുന്നത് പോലെ അവരവരുടെ ആഗ്രഹം പോയി സാധിച്ചിട്ട് വരട്ടെ, അത്രേ പറയാനുള്ളൂ. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കാര്യവും പറയാനില്ല. ഇനി ഇവൾ കൊടുത്ത പൈസയുടെ പുറത്ത് ആ ഒരു മാതാപിതാക്കൾ ഹജ്ജിന് പോയിട്ട് വന്നാൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സാക്ഷാൽ ഗുരുവായൂർ അപ്പൻ ഭൂലോകനാഥൻ ഇവളുടെ ജസ്ന സലീം എന്ന് പറയുന്ന ലേഡിയുടെ ഉപ്പയും ഉമ്മയെയും ഹജ്ജിന് വിട്ടു എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി നിനക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം. നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ട് തലയിൽ തട്ടൊക്കെ ഇട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ട് ചെന്നിട്ട് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഇതുപോലെ ഹജ്ജിന് വിടണം, ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. കാരണം അത്രയ്ക്ക് കഠിന ഹൃദയമുള്ള അല്ലെങ്കിൽ സ്വജാതി ഗുണമില്ലാത്ത ആളുകളൊന്നുമല്ല മുസ്ലിം സഹോദരങ്ങൾ, അവർക്ക് ഒത്തൊരുമയുണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ തെറ്റുകളെ നീ മനസ്സിലാക്കാനും അവരോട് ക്ഷമിക്കാനും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ അവർ തീർച്ചയായും ക്ഷമിക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും ഈ അമ്മിഷ്കിയുടെ വായിൽ നല്ലതൊന്നും വരില്ല. അമ്മിഷ്കി ഇനിയിപ്പോൾ തുടങ്ങിക്കോളും. എന്തായാലും ഈ ഒരു ലേഡി ആരെയും അമ്മച്ചി എന്നൊന്നും വിളിക്കില്ല, അമ്മിഷ്കി എന്നാണ് വിളിക്കുന്നത്. കാരണം നാക്ക് നന്നായിട്ട് തിരിഞ്ഞാലല്ലേ അമ്മച്ചി എന്ന് വിളിക്കാൻ പറ്റൂ. എന്തായാലും അതുകൊണ്ട് ഞാനത് തിരിച്ചിട്ട് പറയുകയാണ്. എന്തായാലും ഈ ഒരു അമ്മിഷ്കിക്ക് അതിന് സാധിക്കുമെന്നറിയില്ല. അമ്മിഷ്കി പോയി ഓരോരുത്തരുടെയും ചെന്ന് പൊരുത്തമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പൊരുത്തം നൽകും. നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടാനുള്ള 10, 15, 20 ലക്ഷം രൂപയൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ എന്നെ തരും. ഇങ്ങനെ ഓർഡർ തരുമോ എന്ന് പറഞ്ഞ് തെണ്ടേണ്ട ഒരു കാര്യമില്ല. ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബായ്.